ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയാകും മുൻപേ ടോൾ പിരിവ് ആരംഭിച്ചതിൽ വ്യാപക പ്രതിഷേധം. മുസ്ലിം ലീഗ് കോട്ടക്കൽ തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ സംയുക്തമായി പ്രതിഷേധ സമരം നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ അണിനിരന്നായിരുന്നു പ്രതിഷേധം. കുറ്റിപ്പുറത്തും വട്ടപ്പാറയിലും കൂരിയാടും ഉൾപ്പെടെ ഇനിയും ദേശീയപാത നിർമ്മാണം പൂർത്തിയാകാനുണ്ടെന്നിരിക്കെ വെട്ടിച്ചിറയിൽ ടോൾ പിരിക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാവിലെ 8 മണിയോടെയായിരുന്നു നിരവധി പ്രവർത്തകർ അണിനിരന്ന ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. 6 വരി പാതയിൽ പലയിടത്തും പ്രവൃത്തികൾ പൂർത്തിയാകാനിരിക്കെ ടോൾ പിരിവ് ആരംഭിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. ആബിദ് ഹുസൈൻ തങ്ങൾ MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരുകൾ അതിഭീകരമായി നടത്തുന്ന കൊള്ളയുടെ പേരിലാണ് ഇങ്ങനെ ഒരു സമരവും പ്രതിഷേധവുമൊക്കെ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങൾക്ക് നടത്തേണ്ടി വരുന്നത്. കുരുക്കോളി മൊയ്തീൻ MLA മുഖ്യാതിഥിയായിരുന്നു. പ്രവർത്തികൾ പൂർത്തിയാകും മുൻപേ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കൂരിയാട് പാലം പൂർത്തീകരിച്ചിട്ടില്ല, കുറ്റിപ്പുറ പാലത്ത് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ ഒരു സൈഡ് റോഡ് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യവും പരിഗണിക്കുന്നില്ല. അപ്പൊ ആവശ്യങ്ങൾ പരിഗണിക്കാതെ കൃത്യമായും ഇതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അത് ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞതാണെങ്കിലും നാഷണൽ ഹൈവേയുടെ നിയമങ്ങളാണെങ്കിലും റോഡ് സേഫ്റ്റി ബോർഡിന്റെ അധികാരങ്ങളാണെങ്കിലും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ റോഡ് പൂർണ്ണമാക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധം. അത് ശക്തമായൊരു പ്രതിഷേധമായി ഞങ്ങൾ തുടങ്ങുകയാണ്. ആ തുടക്കം ഇത് ഒരു നല്ല നിലക്കല്ല പോകുന്നതെങ്കിൽ അതിന്റെ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രാദേശിക നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വളാഞ്ചേരി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.